ഗിറ്റ് ഒരു വേർഷൻ കൺട്രോൾ സിസ്റ്റമാണ്. എന്താണ് വേർഷൻ കൺട്രോൾ സിസ്റ്റം? നമ്മളെല്ലാം ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ഫയൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ പല പല മാറ്റങ്ങൾ വരുത്തി പല ഫയലുകളായിട്ട് സേവ് ചെയ്യുകയും അവസാനം ഫോൾഡർ നിറയെ ഇതുപോലെ കോപ്പികളാകുകയും ചെയ്യുന്നത്. ചെറിയൊരു ഡോക്യുമെൻ്റ് ആണെങ്കിൽ പോലും ഇങ്ങനെ കുറേ കോപ്പികൾ വേർഷനുകളായി കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ വലിയ പ്രയാസമാണെന്നറിയാമല്ലോ. അപ്പോൾ കുറേ പേർ ചേർന്ന് മാനേജ് ചെയ്യുന്ന പല മാറ്റങ്ങളും എപ്പോഴും വരുന്ന ഒരു സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഇതിനൊരു പരിഹാരമായിട്ടാണ് വേർഷൻ കൺട്രോൾ സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഗിറ്റ് പോലെ തന്നെ മറ്റു പല വേർഷൻ കൺട്രോൾ സിസ്റ്റങ്ങളും ഉണ്ട്. കോഡിൽ വരുത്തുന്ന മാറ്റങ്ങളുടെ ഹിസ്റ്ററി ട്രാക്ക് ചെയ്യാനും ഒരുമിച്ച് ഒരു പ്രൊജക്റ്റിൽ പലർക്കും ഒരേ സമയം വർക്ക് ചെയ്യാനും ഗിറ്റ് സഹായിക്കുന്നതാണ്. ഇതിലൂടെ കോഡിൽ വന്ന മാറ്റങ്ങൾ നമുക്ക് കാണാം, ആരാണ് മാറ്റം വരുത്തിയതെന്ന് കാണാം, ഒരുമിച്ച് വർക്ക് ചെയ്യാം. എന്താണ് ഒരു റിപ്പോസിറ്ററി? ഒരു ഫോൾഡറിൽ ഗിറ്റ് ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൾഡറിനെ റിപ്പോസിറ്ററി എന്ന് വിളിക്കാം. ഗിറ്റ് ഇനിറ്റ് എന്നുള്ള കമാൻഡ് ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. ആ ഫോൾഡറിലെ മാറ്റങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിനായി ഗിറ്റ് ഇനിഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഫോൾഡറിലെ മാറ്റങ്ങൾ ട്രാക്ക് ചെയ്യാനായിട്ട് ഗിറ്റ് മറഞ്ഞിരിക്കുന്ന ഒരു ഫോൾഡർ സൃഷ്ടിക്കുന്നതാണ്. ആ റിപ്പോസിറ്ററിയിലുള്ള ഒരു ഫയലിൽ മാറ്റങ്ങൾ വരുത്തുകയോ ഫോൾഡറിൽ പുതിയ ഫയൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചേർക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുമ്പോൾ അത് പരിഷ്കരിച്ചതായിട്ട് കണക്കാക്കുന്നു. ആ വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്നു. ഗിറ്റും ഗിറ്റ് ഹബും അല്ലെങ്കിൽ ഗിറ്റ് ലാബ്, ഗിറ്റ് ബക്കറ്റ് അതുപോലെയുള്ള വെബ്സൈറ്റുകളും തമ്മിൽ എന്താണ് വ്യത്യാസം? ഗിറ്റ് ഒരു വേർഷൻ കൺട്രോൾ സിസ്റ്റമാണ്. ആ സേവനം നൽകുന്ന കമ്പനികളാണ് ഗിറ്റ് ഹബ്, ഗിറ്റ് ലാബ്, ഗിറ്റ് ബക്കറ്റ് തുടങ്ങിയവ. ഗിറ്റ് നമുക്ക് ലോക്കൽ കമ്പ്യൂട്ടറിൽ ഈ വെബ്സൈറ്റുകളുടെ ഒന്നും സഹായമില്ലാതെ തന്നെ ഉപയോഗിക്കാം. ഗിറ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം? ലിനക്സ് മെഷീനുകളിൽ ഗിറ്റ് പ്രത്യേകം ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ ഉണ്ടാകും മിക്കവാറും. മറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ അത് ഗിറ്റ് scm.com എന്നുള്ള വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. സാധാരണ സോഫ്റ്റ്വെയറുകൾ ചെയ്യുന്നത് പോലെ തന്നെ. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഗിറ്റ് വേർഷൻ എന്ന് കമാൻഡ് ലൈനിൽ ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്തിയാൽ നമുക്ക് ഗിറ്റിൻ്റെ ഏത് വേർഷനാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണാം. ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് കോൺഫിഗർ ചെയ്യുന്നത് എങ്ങനെ? അതിനുവേണ്ടി ഈ രണ്ട് കമാൻഡുകളാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ യൂസർ നെയിം എന്നുള്ളിടത്തും ഇമെയിൽ എന്നുള്ളിടത്തും നിങ്ങളുടെ ഇമെയിലാണ് ഇടേണ്ടതെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. കമാൻഡ് ലൈനിൽ ഇത് ഓരോന്നും ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്തി കഴിഞ്ഞാൽ ഗിറ്റ് യൂസർ നെയിമും ഇമെയിലും സെറ്റ് ആകുന്നതാണ്. ഇമെയിൽ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഉപയോഗിക്കുന്ന ഇമെയിൽ നമ്മൾ ഗിറ്റ് ഹബിൽ പിന്നീട് അക്കൗണ്ട് തുടങ്ങിയാൽ അത് പബ്ലിക് ആകുന്നതാണ്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഗിറ്റ് ഹബിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു താൽക്കാലിക ഇമെയിൽ ഉണ്ട്. അത് സെറ്റിംഗ്സ്, പ്രൊഫൈലിൽ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷനിൽ പോയാൽ കാണാവുന്നതാണ്. ആ ഇമെയിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം കമ്പ്യൂട്ടറിൽ ഒരു ഗിറ്റ് റിപ്പോസിറ്ററി എങ്ങനെ തുടങ്ങാൻ പറ്റും? നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫോൾഡറിൽ ഗിറ്റ് ഇനിറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കമാൻഡ് ലൈൻ ഓപ്പൺ ചെയ്തിട്ട് ഗിറ്റ് ഇനിറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൾഡർ ഒരു ഗിറ്റ് റിപ്പോസിറ്ററി ആയിട്ട് മാറുന്നതാണ്. ഹിഡൻ ഫയൽസ് കാണാനുള്ള ഓപ്ഷൻ ഓൺ ചെയ്താൽ ആ ഫോൾഡർ .git എന്നുള്ള ഹിഡൻ ആയിട്ടുള്ള ആ ഫോൾഡർ നമുക്ക് കാണാനും സാധിക്കുന്നതാണ്. പുതിയ ഫയലുകൾ എങ്ങനെ ഗിറ്റ് റിപ്പോസിറ്ററിയിൽ നമുക്ക് ചേർക്കാം? നമ്മൾ സ്റ്റേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പരിഷ്കരിച്ച ഫയലുകൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഗിറ്റ് ആഡ് ഡോട്ട് എന്നിടുക. ആഡ് ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിലുള്ള മുഴുവൻ ഇപ്പോൾ മാറ്റം വരുത്തിയ അല്ലെങ്കിൽ ചേർത്ത മുഴുവൻ ഫയലുകളും സ്റ്റേജിങ് ഏരിയയിലേക്ക് വരുന്നതാണ്. മാറ്റങ്ങൾ നമ്മൾ ഉറപ്പാക്കി കഴിഞ്ഞാൽ കമ്മിറ്റ് ചെയ്യാനായിട്ട് ഗിറ്റ് കമ്മിറ്റ് -m എന്നിട്ടിട്ട് നമ്മുടെ മെസ്സേജ് എന്താണ് മാറ്റം വരുത്തിയതെന്നുള്ളത് സിംഗിൾ കോട്ടിനുള്ളിൽ ചേർത്തിട്ട് എൻ്റർ അമർത്തുക. ഇനി ഗിറ്റിൽ ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ഫയലുകളാണ് ചേർത്തിട്ടുള്ളത്, മാറ്റം വരുത്തിയതെന്നൊക്കെ അറിയാൻ ഗിറ്റ് സ്റ്റാറ്റസ് എന്നുള്ള കമാൻഡ് ഉപയോഗിക്കാവുന്നതാണ്. SSH ഉപയോഗിച്ച് നമ്മുടെ ലോക്കൽ ഗിറ്റ് റിപ്പോസിറ്ററിയും ഗിറ്റ് ഹബും തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഓൾറെഡി ഈ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്.